واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالعذب والعسال. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما يتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. വിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ, വിശിഷ്ട മുവഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അതിന്റെ ഫളായിലുകളെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പള്ളിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആ ബന്ധത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മെ ഉണർത്തിയിട്ടുള്ളത് എന്നുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഖുർആനും ഹദീസും ഒക്കെ പള്ളികളെ പരിചയപ്പെടുത്തിയത്. ലോകത്ത് ലക്ഷക്കണക്കിന് പള്ളികൾ, ആരാധനാലയങ്ങളുണ്ട്. ഈ ആരാധനാലയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ
ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഭവനം അത് മക്കയിലുള്ള മസ്ജിദുൽ ഹറമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, അതിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ലോകത്തേക്ക് അങ്ങനെ പള്ളികളുടെ ആ വ്യാപനം ഒരു കുറെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പള്ളി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനും ഇഖ്ലാസും ഭയഭക്തിയും തഖ്വയും പരലോക ബോധവും അതേപോലെ തന്നെ മരണചിന്തയും ഒക്കെ ഓർമ്മപ്പെടുത്താൻ ഒരുപക്ഷെ നമ്മുടെ വീടുകളേക്കാൾ നമുക്ക് ഉചിതമാകുന്നത്, നമുക്ക് ഉപകാരപ്രദമാകുന്നത് അള്ളാഹുവിന്റെ പള്ളികളാണ്. ആ പള്ളികളെ കുറിച്ച് പറഞ്ഞത് ബൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനങ്ങൾ. ആ പള്ളിയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും ആ പള്ളിയിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അനുയായികൾ, അവിടുത്തെ സഹാബത്ത്, അവരിൽ പലർക്കും അള്ളാഹു അവിടെ വെച്ച് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 സഹാബിമാരെ ഹദീസുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ആ സഹാബിമാർക്ക് മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കിട്ടിയതായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തി. ഇതൊക്കെ അവർക്ക് ലഭിച്ചത് ഈ മദീന പള്ളിക്കുള്ളിൽ വെച്ചായിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ നാട്ടിലും നമ്മൾ പടുത്തുയർത്തിയ പള്ളികൾ, ആ പള്ളികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സമയത്തും അത് തുറന്നിട്ടിരിക്കുന്നതായിരിക്കും. രാത്രി കുറെ വൈകി മാത്രം അടക്കുന്ന പള്ളികൾ പരിപൂർണമായിട്ടും തുറന്നിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് 364 ദിവസവും 24 മണിക്കൂറും പൂർണ്ണമായിട്ടും അവിടെ ആളുകളുടെ സാന്നിധ്യം, വിശ്വാസികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മറ്റുള്ള മതസ്ഥരുടെയൊക്കെ ആരാധനാലയങ്ങൾ പരിശോധിക്കുമ്പോൾ ചിലതൊക്കെ ചില പ്രത്യേക സീസണുകളിൽ മാത്രം തുറക്കുന്നതായിരിക്കും. ചിലതൊരാഴ്ചയിൽ മാത്രം കുറഞ്ഞ സമയം തുറന്നു കൊടുക്കുന്നതായിരിക്കും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ വളരെ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വളരെ വലിയൊരു ആയത്തിനോട് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ, അള്ളാഹുവിന്റെ ചില വീടുകൾ, അള്ളാഹുവിന്റെ പള്ളികൾ, ആ പള്ളികളിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുവാനും അവന്റെ സ്മരണകൾ അതുപോലെ ഉയർത്തുവാനും വേണ്ടി അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലാനും അവന്റെ നാമങ്ങൾ ഉച്ചരിക്കുവാനും ഈ പള്ളിയിലൂടെ അള്ളാഹു നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകതയായി പറയുന്നത് അവർക്ക് അവരുടെ ക്രയവിക്രയങ്ങളും കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒന്നും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് അവരെ അശ്രദ്ധരാക്കുകയില്ല. അവരതുവഴി അവർ നമസ്കാരം നിർവഹിക്കുന്നു, അവർ സക്കാത്ത് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സക്കാത്തും നമസ്കാരവും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഒക്കെ വിശ്വാസികളിൽ ചിലർ പുലർത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം പിന്നെ ഖുർആൻ പറയുന്നത് നാളെ ഒരു പ്രത്യേകമായിട്ടുള്ള ഭീതിതമായിട്ടുള്ള ദിവസമുണ്ട്. അതായത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന അന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളും അവരുടെ ദൃഷ്ടികളും ഒക്കെ വല്ലാതെ ഇളകി മറിയുന്ന ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് പേടിച്ചിട്ടാണ് അവർ ഇത്തരത്തിൽ പള്ളിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുന്നു അവർ ചെയ്ത ഓരോ അഹ്സനായിട്ടുള്ള സൽക്കർമ്മങ്ങളും അതിന് അള്ളാഹു പരിപൂർണമായിട്ട് പ്രതിഫലം കൊടുക്കും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഫളിലിൽ നിന്ന് കൂടുതലായിട്ട് കൊടുക്കുമെന്നും ഈ ആയത്ത് നമ്മെ തെര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ പള്ളികളും, ആ പള്ളികൾക്കൊക്കെ വലിയ പവിത്രതയാണ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകിയതായിട്ട് കാണാൻ കഴിയുന്നത് വിശ്വാസികൾക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഓരോ നാട്ടിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം എന്ന് പറയുന്നത് അത് പള്ളിയാണ്. നമ്മിൽ ഒരാളുടെ വീടല്ല,
നമ്മൾ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവട സ്ഥാപനമല്ല. നമ്മൾ സ്ഥിരമായിട്ട് വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങാടിയല്ല, ഒരു സൂക്കല്ല. അള്ളാഹ് ഓരോ നാട്ടിലും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ്, പള്ളിയാണ്. പിന്നെ പറഞ്ഞു ഓരോ നാട്ടിലും അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് അത് അങ്ങാടിയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ നമ്മൾ ഉണർത്തി, നിങ്ങളിൽ ഒരാൾ അവസാനമായിട്ട് വരേണ്ടത് അങ്ങാടിയിലേക്കാവണം. നിങ്ങൾ അങ്ങാടിയിലേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനം വരുന്നവൻ നിങ്ങളായിരിക്കണം. അതേ അങ്ങാടിയിൽ നിന്ന് ഏറ്റവും ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നവർ നിങ്ങളായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ന് അങ്ങാടികളൊക്കെ തന്നെ ജനനികടമായിരിക്കും. ജനബാഹുല്യമുള്ള അങ്ങാടികളൊക്കെ തിരക്കുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതേ അവസരം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പള്ളികൾ പലപ്പോഴും കാലിയായിരിക്കും. ചില പള്ളികളിലൊക്കെ നമ്മൾ കയറുമ്പോൾ, ചില വക്തുകളിലൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ, അസറിന് ലോഹറിനൊക്കെ പോകുമ്പോൾ അവിടെ നമസ്കരിക്കാൻ പോലും ഒരു ജമാഅത്തിന് പോലും പൂർണ്ണമായിട്ട് ആളുകളില്ലാത്ത പള്ളികളെ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതേ അവസരം ആ പരിസരത്തുള്ള അങ്ങാടികളിലും ഇടങ്ങളിലും ഒക്കെ ആളുകളുടെ വലിയ ഒരു സാന്ദ്രതയും ബാഹുല്യവും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാഹാത്മ്യം ഇസ്ലാം നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദ് എന്ന് പറഞ്ഞാൽ അത് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. സുജൂദ് ചെയ്യാനുള്ള സ്ഥലം എന്നാണ് അതിന്റെ മസ്ജിദിന്റെ അർത്ഥം മലയാളത്തിൽ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു ദാസൻ, ഒരു അടിമ തന്റെ സ്രഷ്ടാവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആ സുജൂദിലാണ്. നമ്മളെല്ലാം താഴെ നമ്മുടെ നെറ്റിയും നമ്മുടെ മൂക്കും നമ്മുടെ കൈകളും കാലും മുട്ടും ഒക്കെ നിലത്ത് പതിച്ച് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ തസ്ബീഹ് പറയുന്നു, സുബ്ഹാനല്ലാഹ് പറയുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഏറ്റവും അള്ളാഹുലേക്ക് നമ്മൾ വിനീതരായി നിൽക്കുന്ന സമയമാണ് സുജൂദ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയെ കുറിച്ച് പറഞ്ഞിടത്ത് വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ മുഴുവൻ അള്ളാഹുള്ളതാണ്. പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. നമ്മുടെ വീടിനെ പറ്റി നമ്മൾ പറയാം, അത് എന്റെ വീടാണ്, അത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ വകയാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടും. എന്നാൽ അതിന്റെ അപ്പുറം അതേ അവസരത്തിൽ പള്ളികളെ കുറിച്ച് പറഞ്ഞിടത്ത് പള്ളി അങ്ങനെയല്ല. പള്ളിയെ കുറിച്ച് അള്ളാഹ് തന്നെ ഖുർആനിൽ പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. എന്നിട്ട് അള്ളാഹു അവിടെ വളരെ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ആ പള്ളിയിൽ ഒരാളെയും അവന്റെ കൂടെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരു മഹാന്മാരെയും ഒരു ഔലിയായെയും ഒരു ബീവിയെയും ഒരു തങ്ങളെയും ഒന്നും നിങ്ങൾ വിളിക്കാൻ പാടില്ല. ആ പള്ളിയിൽ വെച്ച് അള്ളാഹുവിനെ മാത്രം വിളിക്കണം. പലപ്പോഴും ചില പള്ളികളൊക്കെ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തും, നമ്മുടെ നാട്ടിൽ പോലും ചിലയിടത്തൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പള്ളിക്കുള്ളിൽ മരണപ്പെട്ട ഏതോ മഹാത്മാക്കളുടെ എന്നൊക്കെ പറഞ്ഞുള്ള ഖബറുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ഖബറുകളിൽ പച്ച പുതപ്പിച്ച് അത് ഉയർത്തി അതിന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് അവിടെ എണ്ണയൊടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. പല പള്ളികളിലും ഹദ്ദാദും റാത്തീബും മൗലിദും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിലൊക്കെ പലപ്പോഴുമുള്ള ദുആകൾ അള്ളാഹു അല്ലാത്തവരോടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിലുള്ള ദുആകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവന് വേണ്ടി മാത്രം സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെടേണ്ട ഭവനങ്ങളും ഗേഹങ്ങളുമാണ്. ഈ പള്ളി നിർമ്മാണത്തിനും അതിന്റെ പരിപാലനത്തിനും ഒക്കെ വലിയ പുണ്യമുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരാള് ഏറ്റവും അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പള്ളിയിൽ വെച്ചുള്ള എല്ലാ ആരാധനകളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക, ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ കടന്നു വരിക, ആ പള്ളിയെ സംരക്ഷിക്കുവാനും അതിന്റെ ഓരോ കാര്യങ്ങളിലും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് നോക്കിക്കൊണ്ട് നടത്തുന്നതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമായിട്ട് ഇസ്ലാം നമ്മളെ തെര്യപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മിക്കുന്നതും അത് പരിപാലിക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് ധാരാളം സൂക്തങ്ങളിലൂടെ അതിന്റെ മാഹാത്മ്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു ഹദീസിൽ കാണാൻ കഴിയും, അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാൽ ഇന്നി സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു, റസൂലുള്ളാഹി പറയുന്നത് കേട്ടു. എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? യഖൂലു മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹുല്ലാഹ്. ഒരാള് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, അതുപോലെയുള്ള ഒന്ന് ആ നിർമ്മിച്ചവൻ അള്ളാഹു സ്വർഗത്തിൽ ഉണ്ടാക്കി കൊടുക്കും. അവർ പള്ളി നിർമ്മിച്ചാൽ വലിയ പ്രതിഫലമാണ്. ഇനി ആ പള്ളി നിർമ്മിച്ച് അതിന്റെ പരിപാലനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോന്നും
നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും അതിന് കൊടുക്കുന്ന ഓരോന്നും വലിയ ധർമ്മമായിട്ടാണ് ഇസ്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. മരണപ്പെട്ടാലും നമുക്ക് അതിന്റെ പ്രതിഫലം, ഒരു പള്ളി നിർമ്മിച്ച് മരണപ്പെട്ടാലും ആളുകൾ അതിൽ നമസ്കരിക്കുന്ന കാലം എത്രയും ആ മരണപ്പെട്ട ആൾക്ക് അതിന്റെ പ്രതിഫലം ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അറബികളൊക്കെ ഇത്തരം വാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കേരളക്കരയിലും പല രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമൊക്കെ ധാരാളക്കണക്കിന് പള്ളികൾ വിദേശത്തുള്ള അറബികളുടെ വകയായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അവർ എത്രമാത്രം പ്രാധാന്യം കൊടുത്തത്? ഭൂമിയിൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗത്തിലൊരു ഭവനം കിട്ടുമെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സന്തോഷ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് ഹിജ്റ പോകുന്ന ആ സമയത്താണ് പള്ളിയുടെ നിർമ്മാണത്തിന്റെ തുടക്കം കുറിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് ഖുബായിലെത്തി. ആ ഖുബായിൽ ഒരു തിങ്കളാഴ്ച ദിവസമാണ് ഇറങ്ങിയത്. തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും 4 ദിവസം ഖുബായിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ളവരും താമസിച്ചു. അങ്ങനെ അവർ ഖുബായിൽ ഒന്നാമത്തെ പള്ളി നിർമ്മിച്ചു. ഒന്നാമത്തെ പള്ളി അവിടെ നിർമ്മിക്കുന്നു. ഈ 4 ദിവസത്തിന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പള്ളി നിർമ്മിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന കവിതാശകലങ്ങൾ ഇങ്ങനെയായിരുന്നു: അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം പരലോകത്തെ ജീവിതമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ ജീവിതം വെറും നൈമിഷികമാണ്. ഇത് തുലോം കുറഞ്ഞ സമയം മാത്രമാണ്. ഏതാനും വർഷങ്ങളോ മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ ഐശൽ ആഖിറ, പരലോകത്തെ ജീവിതമാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഫൻസുരിൽ അൻസാറ വൽ മുഹാജിർ, അൻസാറുകളെയും മുഹാജിറുകളെയും നീ സഹായിക്കണം. ഈ പള്ളിക്ക് വേണ്ടി അവരിങ്ങനെ മണ്ണ് ചുമക്കുമ്പോ, അതിനുവേണ്ടി മണ്ണ് കടച്ചെടുക്കുമ്പോ, അതിന്റെ ചെറിയ ചെറിയ പടവുകൾ നടത്തുമ്പോ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്നിഹിതരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിലൊരാളായി പങ്കെടുത്തപ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ അവർ ഉച്ചരിച്ചത്. ആ പള്ളി നിർമ്മിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളും ചൊവ്വയും ബുധനും കഴിഞ്ഞ് വ്യാഴവും കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ മദീനത്തേക്ക് വീണ്ടും യാത്ര പുറപ്പെട്ടു. കുറച്ചുകൂടെ ദൂരം സഞ്ചരിച്ചപ്പോ ജുമാഅയുടെ സമയമായി. അങ്ങനെ ഒരു സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ളവരും ജുമാ നമസ്കരിച്ചു. ആ സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി വന്നു. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജുമുഅ. ഇന്ന് നമ്മൾ മദീനയിൽ പോകുമ്പോൾ ഈ മസ്ജിദുൽ ഖുബ നമ്മൾ കാണാറുണ്ട്, ഈ മസ്ജിദുൽ ജുമുഅ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പ്രവേശിക്കുകയാണ്. അന്നത്തെ പേര് യസ്രിബ് എന്നാണ്. ആ യസ്രിബ് പിന്നീട് റസൂലുള്ളാഹി വന്നതോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുൻ നബി, പ്രവാചകന്റെ പട്ടണം എന്ന പേരിലേക്ക് നാമധേയം ചെയ്യപ്പെട്ടു. ആ മദീനയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു. പ്രവാചകൻ മദീനത്തേക്ക് വരുമ്പോ ഓരോ റോഡിന്റെ വക്കിലും മരത്തിന്റെ മുകളിലും മതിലുകളിലും ഒക്കെ ആളുകൾ റസൂലുള്ളാഹിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ആഭാരവൃദ്ധൻ ജനങ്ങൾ, അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, റസൂലിനെ കാണാനുള്ള ജിജ്ഞാസയിൽ. അങ്ങനെ റസൂലിനെ ഇങ്ങനെ കണ്ട് എല്ലാവരും ഇങ്ങനെ വരുമ്പോ പലരും റസൂലുള്ളാഹി മദീനത്തേക്ക് പ്രവേശിച്ചപ്പോ അവര് പറഞ്ഞു, ഇന്ന് റസൂൽ എന്റെ വീട്ടിൽ താമസിക്കണം. എല്ലാവരും അതിനുവേണ്ടി മത്സരിച്ചു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരാളുടെ വീട്ടിൽ താമസിച്ചാൽ മറ്റുള്ളവർക്ക് അത് പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്റെ ഒട്ടകം ഇങ്ങനെ പോയിട്ട് അത് ക്ഷീണിക്കും, ഒരു സ്ഥലത്ത് മുട്ടുകൊത്തും, അതിന്റെ അടുത്തുള്ള വീട് ഏതാണോ അവിടെയാണ് ഞാൻ താമസിക്കുക. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി എന്റെ വീട്ടിൽ ആ ഒട്ടകം മുട്ടുകുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏതാനും ദിവസം താമസിച്ചു. അവിടെ താമസിക്കുന്നതിന്റെ ഇടയിൽ അതിന്റെ തൊട്ടടുത്തൊരു നല്ല സ്ഥലം, ഒരു മനോഹരമായ സ്ഥലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഈ സ്ഥലം കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് ചോദിച്ചു, ഈ സ്ഥലം ആരുടെയാണ്? ഈ സ്ഥലം ആരുടെയാണ്? അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇത് സുഹൈൽ എന്ന് പറയുന്ന 2 യതീമുകളായ അനാഥ മക്കളുടെ സ്ഥലമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ വിളിപ്പിച്ചു. അവർക്ക് ഉപ്പയും ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ഇല്ലാത്ത അനാഥരാണ് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ, ഈ സ്ഥലം ഒരു പള്ളി നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇതെനിക്ക് വിലക്ക് തരണം. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു, റസൂലേ, പള്ളി ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരിക്കലും വില വാങ്ങില്ല, ഒന്നും തരാതെ ഫ്രീ ആയിട്ട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങൾ യതീം കുട്ടികളാണ്, അനാഥരാണ്, നിങ്ങൾക്കത് ഒരിക്കലും ഞാൻ അങ്ങനെ സ്വീകരിക്കില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് 80 ദിർഹം വാങ്ങിച്ച് ഈ 2 മക്കൾക്ക് അതിന്റെ പകരമായി കൊടുത്ത്, അന്ന് ഈ സ്ഥലം അവിടെ ഈത്തപ്പഴങ്ങൾ ഉണക്കുന്ന ഒരു മെതിക്കളമായിരുന്നു. ഈത്തപ്പഴം ഉണക്കാനിടുന്ന ഒരു സ്ഥലമായിരുന്നു. പ്രിയമുള്ളവർ, അവിടെയാണ് മസ്ജിദുൻ നബവി ഉണ്ടായത്. അന്ന് ആ പള്ളി ഉണ്ടായപ്പോ ആ പള്ളിയുടെ ഒരു സഫിന്റെ നീളം എന്ന് പറയുന്നത് ചരിത്രത്തിൽ കാണാം 23 മീറ്റർ ആയിരുന്നു.
ആ 23 മീറ്റർ നീളമുള്ള ചെറിയ ഒരു പള്ളി, ആ പള്ളിയുടെ മേൽക്കൂര എന്ന് പറയുന്നത് ഇമാമ് നിൽക്കുന്ന മെഹ്റാബിന്റെ ഭാഗവും അടുത്ത 2 സഫുകൾക്കും മാത്രമാണ് മേൽക്കൂര ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ ഓപ്പൺ ആയി കിടക്കുകയായിരുന്നു. മഴ പെയ്താൽ മഴ കൊള്ളും, വെയിലറിച്ചാൽ വെയിൽ കൊള്ളും. അങ്ങനെയുള്ള ആ ഒരു പള്ളിയാണ് പിന്നീട് നമ്മൾ ആലോചിക്കൂ, 1450 കൊല്ലം കഴിഞ്ഞപ്പോ ഇന്ന് ആ പള്ളിയുടെ മസ്ജിദ് നബവിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അന്ന് ആ യത്തീമക്കൾ കൊടുത്ത 80 ദിർഹമിന് കൊടുത്ത ആ ചെറിയ സ്ഥലത്തുണ്ടാക്കിയ പള്ളി ഇന്ന് ഒരേ സമയം 20 ലക്ഷത്തോളം ആളുകൾക്ക് നിന്ന് നമസ്കരിക്കാൻ അതിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് വിസ്തൃതിയുണ്ട്. വിശാലമായി കിടക്കുന്ന മദീന മുനവ്വറ, പ്രകാശപൂരിതമായിട്ടുള്ള മസ്ജിദ് നബവി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, ആ പള്ളി എന്ന് അവിടുത്തെ സഹാബികൾക്ക് ഒരു വഴിവെളിച്ചമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ നാട്ടിലുമുള്ള പള്ളി കൊണ്ട് ഒരു വിശ്വാസിക്ക് അല്ലാഹു അതിന്റെ നിഅമത്ത് കൊടുത്താൽ അത് വല്ലാത്ത ഒന്നാണ്. തൂബാ ലിഅബ്ദിൻ, അവിടുന്ന് പറഞ്ഞു ഒരു അടിമക്ക് അല്ലാഹുവിന്റെ മംഗളം. എന്താണ് ആ മംഗളം? ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, അല്ലാഹു ആ അടിമക്ക് പള്ളി നന്മക്കുള്ള താക്കോലാക്കി കൊടുത്തു. അല്ലാഹു ആ അടിമക്ക് പള്ളി തിന്മകൾക്കുള്ള പൂട്ടായിട്ട് ആ പള്ളിയെ നിശ്ചയിച്ചു കൊടുത്തു. ഈ പള്ളിയിലൂടെ നമുക്ക് നന്മകൾ കൂടുതൽ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള പ്രചോദനവുമാണ് ഈ പള്ളിയിലൂടെ നമുക്ക് കിട്ടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയുമായിട്ട് ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ അവർക്ക് നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്നത് നാളെ പരലോകത്ത് ഒരു തണലുമില്ലാത്ത ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ചാൻ മുകളിൽ സൂര്യൻ കത്തി നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ആ കത്തി നിൽക്കുന്ന ദിവസത്തിൽ അന്ന് ചില ആളുകൾക്ക് അല്ലാഹു അവന്റെ അർശിന്റെ തണലിട്ട് കൊടുക്കും. ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്ന ഈ പ്രതലത്തിൽ നിന്നും 15 കോടി കിലോമീറ്റർ ഉയരത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ ഈ അടച്ചിട്ട പള്ളിയിൽ ഈ എയർ കണ്ടീഷനും ഫാനും ഒക്കെ ഓഫ് ചെയ്താൽ നമ്മളൊക്കെ വിയർത്തു കുളിക്കും. എങ്കിൽ നമ്മൾ ആലോചിക്കും, ഒരു ചാൻ മുകളിലാണ് നാളെ മഹ്ശറയിൽ സൂര്യൻ കത്തി നിൽക്കുക. അന്ന് ആളുകളൊക്കെ വയർപ്പിൽ ഇങ്ങനെ മുങ്ങിയിട്ട്, ചില ആളുകളൊക്കെ കഴുത്ത് വരെ അവരുടെ വയർപ്പിൽ മുങ്ങിക്കുളിക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തന്റെ അർശിന്റെ തണലിട്ട് കൊടുക്കും. ആ കൂട്ടത്തിൽ ഒരാൾ ആരാണ്? വറജുലും ഖൽബുഹു മുഗല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായിട്ട് ഹൃദയബന്ധം സ്ഥാപിച്ചവർ, പള്ളിയുമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ആ പള്ളിയിൽ നിൽക്കുന്നവർ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പള്ളി എന്ന് പറയുന്നത് നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഒരു ദിവസം 5 നേരം ഒരു വിശ്വാസി സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് പ്രതിബന്ധങ്ങളില്ലെങ്കിൽ, നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ, ആരോഗ്യ അവസ്ഥയിലാണെങ്കിൽ നമുക്ക് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാൻ കഴിയണം. എന്താണ് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞത്? ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ റുക്കൂ ചെയ്യുക. മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ചത് റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായിട്ട് റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ റുക്കൂ ചെയ്യുക എന്നതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ പള്ളിയിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് പ്രത്യേകതകളും ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നു. ഒരു ഭാഗത്ത് പറഞ്ഞു, അൽ മസ്ജിദു ബൈത്തുൻ കുല്ലി തഖിയ്യിൻ, എല്ലാ തഖ്വയുടെയും ഗേഹമാണ് പള്ളി. കാനൽ മസ്ജിദു ബൈനഹു അർറൂഹ് ബൈത്തുഹു അർറൂഹ്, ഈ ഭവനം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ വീടെന്ന് പറയുന്ന പള്ളി, ബിർറൂഹി വറഹ്മതി, അത് കാരുണ്യത്തിന്റെ ഒരു ആത്മാവാണ്. കാരുണ്യം നമുക്ക് അതിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള ഒരു ഇടമാണ്. പിന്നെ പറഞ്ഞു, വൽ ജവാസി അല സിറാത്തി ഇലാ റിദ്വാനില്ലാഹി ഇലൽ ജന്ന, നാളെ പരലോകത്ത് സിറാത്ത് എന്ന പാലം മുറിച്ചു കടക്കാനും അതിൽ നിന്ന് ഒരു ഭാഗം മുതൽ അടുത്ത ഭാഗം വരെ താഴേക്ക് വീഴാതെ രക്ഷപ്പെടാനും, അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ തൃപ്തി നേടുവാനും ഒക്കെ അതുവഴി സാധിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പള്ളിയിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? പള്ളിയിൽ വരുമ്പോൾ വെറുതെ വരുമ്പോൾ ആ ഒരു ചിന്തയല്ല നമുക്ക് ഉണ്ടാവേണ്ട നെയ്യത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മലായികത്തു തുസല്ലി അലാ അഹദിക്കും, മലക്കുകൾ ഈ നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? മാദാമ ഫീ മുസല്ല, ഒരാൾ പള്ളിയിൽ വന്നിട്ട് മുസല്ലയിൽ ഇങ്ങനെ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു. മാലം യഹ്ദിസ്, അയാൾക്ക് ഒരിക്കലും വുളു നഷ്ടപ്പെട്ടിട്ടില്ല. വുളുവോടുകൂടി പള്ളിയിൽ വന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗഫർ ലഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണമേ. പിന്നെ അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നിടത്ത് അവിടുന്ന് പറഞ്ഞു, നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ നടത്തത്തിനും
അൻ ബുറൈദത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു ബശ്ശിരിൽ മാശീന ഫിൽ ളുൽ ഒരാൾ ഇരുട്ടിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ സുബൈക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഇരുട്ടായിരിക്കും, ഇശാക്ക് വരുമ്പോൾ ഇരുട്ടായിരിക്കും. ആ ഇരുട്ടിൽ ഒരാൾ ഇങ്ങനെ ചെറിയ വെട്ടത്തിലും വെളിച്ചത്തിലും ഒക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ ഈ മനുഷ്യൻ അതിന്റെ ഫലമായിട്ട് അള്ളാഹു വെളിച്ചം കൊടുക്കും എന്ന് അവിടുന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ ഒരു ഹദീസിൽ കാണാം, നമ്മളിങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു കാല് മുന്നോട്ട് വെച്ചാൽ നമ്മുടെ ഒരു പാപം അള്ളാഹു പുറത്തു വരും, ഇടത്തെ കാലം നമ്മൾ മുന്നോട്ട് വെച്ചാൽ നമുക്കൊരു ദറജ ഉയർത്തി തരും. അപ്പൊ ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട്, ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് മദീന പള്ളിയുടെ തൊട്ടടുത്ത് വീട് വെച്ചിരുന്ന താമസിച്ചിരുന്ന അസുലം ഗോത്രക്കാര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയുടെ തൊട്ടടുത്തുനിന്ന് പള്ളിയിലേക്ക് വരുന്ന ആൾക്കും ദൂരെ നിന്ന് വരുന്നവർക്കും ഒരേ പ്രതിഫലമല്ല എന്ന് പറഞ്ഞപ്പോ അസ്ലം ഗോത്രക്കാർ എന്ത് ചെയ്തു? അവരുടെ വീടൊക്കെ ചെറിയ വിലക്ക് മദീന പള്ളിയോട് ചേർന്നുള്ള വീടുകൾ വിറ്റ് ദൂരെ പോയിട്ട് വീട് വാങ്ങിച്ചു. എന്നിട്ട് അവർ ഓരോ ഭക്തിനും അവിടുന്ന് നടന്നു വരും. എന്തുകൊണ്ട്? വലതുകാലം മുന്നോട്ട് വീട്ടിൽ നിന്ന് ഉതുവെടുത്ത് പള്ളിയിലേക്കുള്ള നടത്തത്തിൽ വലതുകാലം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പാപം പൊറുക്കപ്പെടും, ഇടതുകാലം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു ദറജ അള്ളാഹു നമുക്ക് ഉയർത്തി തരും, ഒരു പദവി. ഇതൊക്കെ ഉൾക്കൊണ്ട് അവർ പള്ളിയുടെ മാഹാത്മ്യം മുൻഗാമികളായിട്ടുള്ള സഹാബത്തും ആളുകളും ഒക്കെ സ്വീകരിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ, ഒരാൾ പ്രഭാതത്തിനും പ്രദോഷത്തിനും രാവിലെയും വൈകുന്നേരം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോവാണ്, അഅദ്ദല്ലാഹു ലഹു നുസ്ലഹു മിനൽ ജന്ന, ഈ പോകുന്ന സമയത്തൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരു വിരുന്ന് അയാൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും, അത് നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് മനസ്സമാധാനം കിട്ടും പള്ളിയിൽ വരുമ്പോ, മനസ്സിനൊരു ആനന്ദം കിട്ടും, ഒരു കുളിർമ കിട്ടും. ഏതൊരു സമൂഹം, ഏതൊരു സംഘമാവട്ടെ, അവർ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാണ്, അവർ നമസ്കാരത്തിന് വേണ്ടി ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണങ്ങളുമായിട്ട് പള്ളിയിൽ എങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ യത്ലൂന കിതാബല്ലാഹ്, എന്നിട്ട് ആ ഇരുത്തത്തിൽ അവർ ഖുർആൻ ഓതുകയും ചെയ്യുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. വയതദാറസൂനഹു ബൈനഹും, അവർ ആ ഖുർആൻ പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അത്തരം ആളുകളുടെ മേൽ സമാധാനം പെയ്തിറങ്ങിക്കൊണ്ടിരിക്കും. വവശിയത്തുഹുമുർ റഹ്മ, അവർക്ക് കാരുണ്യം അവർക്ക് വേണ്ടി പൊതിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. വഹഫത്തുഹുമുൽ മലായികത്തു, മലക്കുകൾ അവർക്ക് ചുറ്റിലും ഉണ്ടായിരിക്കും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, എന്നിട്ട് ഈ മലക്കുകൾ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് തിരിച്ചു ചെന്നാൽ അവര് ഈ മലക്കുകൾ ഈ പള്ളിയിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് നന്നാക്കി പുകഴ്ത്തി അള്ളാഹുവിനോട് പറയുമെന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു. ഒറ്റ സൂക്തം കൂടെ ചേർത്ത് വെക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. റസൂലുള്ളാഹിയുടെ വീടും മദീന പള്ളിയും തൊട്ടടുത്താണ്, ചേർന്ന് നിൽക്കുന്നതാണ്. വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു വിരിം നീക്കിയാൽ ആ പള്ളിയിലേക്ക് കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി വീട്ടിൽ പോയി സഹാബികളിൽ കുറെ ആളുകൾ അവിടെ പ്രാർത്ഥനയിലും ഖുർആൻ പാരായണത്തിലൊക്കെ പള്ളിയിൽ അടുത്ത ഇശാ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി വേഗത്തിൽ കിതച്ചുകൊണ്ട് വന്നു, പള്ളിയിലേക്ക് കിതച്ചു വന്നു. എന്നിട്ട് അങ്ങനെ വന്നിട്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക. എന്താ സന്തോഷിക്കേണ്ടത്? ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ, ഇപ്പൊ ഈ അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ആകാശത്തിന്റെ ഒരു കവാടം ഇതാ തുറന്നിരിക്കുന്നു. എന്നിട്ട് യുബാഹി ബിക്കുമുൽ മലായിക, മലക്കുകളോട് നിങ്ങളെ കുറിച്ച് മലക്കുകളോട് അള്ളാഹു അഭിമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? യഖൂലു ഉൻദുറു ഇലാ ഇബാദി ഖദ് ഖലൗ ഫരീള, എന്റെ ദാസന്മാർ കണ്ടില്ല. മലക്കുകളോട് പറയാ, അള്ളാഹുവിന്റെ സന്നിധാനത്തിലുള്ള മലക്കുകളോട് പറയാ, എന്റെ അടിമകൾ കണ്ടില്ലേ, അവരിപ്പോ ഒരു ഫർള് നമസ്കാരം നിർവഹിച്ചു, അഥവാ മഗ്‌രിബ്. എന്നിട്ട് അവര് വഹും യന്തളിറൂന ഉഖ്റ, അടുത്തത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കും, നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ യജമാനൻ, നമ്മുടെ റബ്ബ് നമ്മളെ കുറിച്ച് മലക്കുകളോട് അത്രയും പുകഴ്ത്തി പറയുമ്പോൾ അത് വല്ലാത്ത ഒരു ഭാഗ്യം. അത് പള്ളിയിലൂടെ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് പള്ളിയുമായിട്ട് നമ്മളൊക്കെ ബന്ധം സ്ഥാപിക്കുന്നവരാണ്.
ആ ബന്ധം പരമാവധി വർദ്ധിപ്പിക്കാൻ നമ്മുടെ മരണം നമുക്ക് സന്നിഹിതമാകുന്നതിന്റെ മുമ്പ് നമുക്ക് കൂടുതൽ ഇതുമായിട്ടുള്ള ഹൃദയബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കും. ആ രൂപത്തിൽ പള്ളിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന മുത്തക്കികളിൽ, മുവാഹിദുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ഒരിക്കൽ കൂടി അള്ളാഹു തഖ്വയുള്ളവരാകാൻ ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാടും ചുറ്റുപാടും ഒക്കെ നമ്മൾ മുമ്പ് 1-2 ഖുത്ബകളിൽ സൂചിപ്പിച്ചതുപോലെ ലഹരിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പലപ്പോഴും വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പുതിയ തലമുറക്ക് ദിശാബോധം നൽകേണ്ട കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികമാർ പോലും ഈ വിഷയത്തിൽ പിടിക്കപ്പെടുമ്പോൾ എത്രമാത്രം ഗൗരവത്തിലും ആ നിലക്കുമാണ് നമ്മൾ അറിയേണ്ടത്, ആലോചിക്കേണ്ടത് എന്ന് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ജാഗ്രതയും നമ്മുടെ മക്കളും പ്രിയപ്പെട്ടവരും പുതിയ ചെറിയ തലമുറയും ഒക്കെ അവർക്ക് തർബിയത്തും ആ നിലക്കുള്ള ബോധവൽക്കരണവും ഒക്കെ നടത്തി കൊടുക്കുക എന്നുള്ളത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള നായകന്മാരെന്നുള്ള നിലക്ക്, കുടുംബനാഥന്മാരെന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നിരന്തരമായിട്ട് നമ്മുടെ കലാലയങ്ങൾ, കോളേജുകൾ, ഇത്തരം ഭാഗങ്ങളൊക്കെ ഇതിന്റെ വലിയ ഒരു അവസരങ്ങൾ ഒരുക്കുന്ന ഇടങ്ങളായിട്ട് പലപ്പോഴും അതൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊക്കെ ഇത് അറിയുന്നവരും പരസ്പരം പങ്കുവെക്കുന്നവരുമാണ്. അതിലൊക്കെ കൂടുതൽ ജാഗ്രത ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ എല്ലാ നന്മകളിലും മുന്നേറുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വിശ്വാസികളിൽ, ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിലും ഒരുമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഗഫറത്തും മറഹമത്തും നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് എല്ലാവർക്കും രക്ഷയും കാവലും നൽകുമാറാവട്ടെ. ദുരിതങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ, സഹോദരങ്ങൾ, വിശിഷ്യ ഈ ഫലസ്തീൻ പോലെയുള്ള മണ്ണിലെ ആളുകളൊക്കെ ബുദ്ധിമുട്ടിന്റെയും ദുരിതത്തിന്റെയും അവസ്ഥകളിലാണ്. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് നമ്മുടെ കൂട്ടത്തിലുണ്ട്, ആശുപത്രികളിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫയും ആരോഗ്യവും നൽകുമാറാവട്ടെ. കളവത്തൂരിലെ നമ്മുടെ സഹോദരൻ അബ്ദുള്ള സാഹിബിന്റെ അനിയനും മകളും അവര് ഒരു ഫുഡ് പോയ്സന്റെ ഭാഗമായി വലിയൊരു ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫയും ആരോഗ്യവും നൽകുമാറാവട്ടെ. അള്ളാഹു